ഏറനാട് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 11ാമത് വാർഷിക കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ആഘോഷങ്ങൾ പള്ളുരുത്തി പോലീസ് ഇൻസ്പെക്ടർ അജ്മൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഏറനാട് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ 11ാമത് വാർഷിക കുടുംബ സംഗമം നടത്തി. പള്ളുരുത്തി പോലീസ് ഇൻസ്പെക്ടർ അജ്മൽ ഹുസൈൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്. അയാൾക്ക് ഇഷ്ടം മെക്കാനിക്കലായിരിക്കും. വാഹനം ഉണ്ടെന്ന് കൊടുത്താൽ അയാളെല്ലാം ശരിയാകും. അയാൾക്ക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ നേരെ തിരിഞ്ഞു പോകും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനാണ് ഈ കരിയർ ഗൈഡൻസ് ഇതുള്ളത്. എന്നാൽ നേരത്തെ കുറവാണ്. ഇപ്പൊ എനിക്ക് പറഞ്ഞാൽ മിക്ക സർക്കാർ സ്ഥാപനങ്ങളിൽ വരെയുണ്ട് എംപ്ലോയ്മെന്റ് ടെസ്റ്റിലൊക്കെ ചെയ്യുന്ന ലൊക്കേഷൻ ഗൈഡൻസും പ്രൈവറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ക്ലാസ് ഇതിന് വേണ്ടതാണ്. ലൊക്കേഷൻ പറയുമല്ലേ. നമ്മുടെ പ്രദേശങ്ങളിൽ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അസോസിയേഷൻ ജാഗ്രത പുലർത്തണമെന്ന് അജ്മൽ ഹുസൈൻ പറഞ്ഞു. KR വിമൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊച്ചി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ P ജയചന്ദ്രൻ മയക്കുമരുന്ന് ലഹരി വ്യാപനത്തിനെതിരെ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മുടെ രണ്ട് സിനിമാ സംവിധായകർ അതുപോലെ ഈ രണ്ടാഴ്ച മുമ്പ് ഇതുപോലെ ബ്രാൻഡിൽ പരിപാടിക്ക് TV ആകർഷകമായിട്ട് വെച്ച് നോക്കിയ ഒരു അപ്പൊ ഇങ്ങനെ ഒരു ബോധവൽക്കരണത്തിൽ വരുമ്പോൾ എന്തൊക്കെയോ ന്യൂസ് ആദ്യം തന്നെ കാണുന്നുണ്ട്. നമുക്ക് മലപ്പുറത്ത് അവിടെ ജയിലിൽ നടത്തിയ ഒരു പരിശോധനയിൽ 11 പേര് HIV പോസിറ്റീവാണ്. അപ്പൊ ഇവര് നീഡിൽ പരസ്പരം ഉപയോഗിച്ച് ഡ്രഗ്സ് ഇഞ്ചക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഇവർക്ക് പറഞ്ഞാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വാർത്തകൾ ഇല്ലാത്തൊരു ദിവസം നോക്കിയില്ല. ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലഹരിയും മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത പോലും ഇല്ലാത്ത ഒരു ദിവസവും നമുക്കില്ല. അത്രയും വ്യാപിച്ചു. നമ്മുടെ കൊച്ചി നഗരത്തെ കുറിച്ച് പറയുന്നത് ഇന്ത്യയിലെ ലഹരി ഉപയോഗത്തില് 2ാം സ്ഥാനത്താണ് കൊച്ചി നഗരം എത്തിയിരിക്കുന്നതെന്നാണ്. ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനം നമ്മുടെ കുട്ടികളെ ബാധിക്കാതിരിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ച് സംസാരിച്ചു. സമ്മേളനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് രക്ഷാധികാരി ദാമോദരൻ ഏറനാട്, പ്രകാശിനി രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ബാബു, ശിവനന്ദിനി, സെക്രട്ടറി സുജിത്, ജോയിന്റ് സെക്രട്ടറി VR സത്യൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അസോസിയേഷൻ കുടുംബാംഗങ്ങളായ ഇന്ത്യൻ ആർമിയിൽ നിന്ന് റിട്ടയർഡായ ഇന്ത്യൻ ആർമി സ്പെഷ്യൽ ഫോഴ്സ് റിട്ടയർഡ് ഹവിൽദാറും രാഷ്ട്രപതിയുടെ സേനാ മെഡൽ ജേതാവുമായ V ബിജുകുമാർ, ഇന്ത്യൻ ആർമി ജൂനിയർ കമാൻഡിംഗ് ഓഫീസർ PS ജയകുമാർ, സാമൂഹ്യ പ്രവർത്തകനും പാലിയേറ്റീവ് വാലണ്ടിയറുമായ പാട്ടത്തിൽ ജയകുമാറിനെയും ചടങ്ങിൽ മൊമെന്റോ നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചു. കുടുംബാംഗങ്ങളായ 10-12 ക്ലാസുകളിൽ കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്കും കായിക മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കും മെമന്റോകൾ നൽകി. സമ്മേളനത്തിൽ കുടുംബാംഗങ്ങളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. ദാമോദരൻ ഏറനാട്, പ്രകാശിനി രാധാകൃഷ്ണൻ എന്നിവരെ രക്ഷാധികാരികളായും പ്രസിഡന്റായി VR സത്യനെയും വിമൽകുമാർ, ദിലീപ് കുമാർ, ഷെഫീഖ്, ഫ്രാൻസിസ് ബാബു, ജിജി മാസ്റ്റർ എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.